ഇതേപോലുള്ള ചെറിയ ചെറിയ പീസസ് ആക്കി ഞാൻ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം ഇത്രയും ഒഴിച്ച് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് പിന്നെ തോരനാക്കുമ്പോൾ ലാസ്റ്റിൽ പിന്നെ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം 1 സ്പൂണോളം മതി. ഇതിലെ കറ ഉണ്ടാകാതിരിക്കാനാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഇത് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി ഇത് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. വെള്ളം ഒട്ടുമില്ലാതെ എല്ലാം കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് അരഞ്ഞു പോകും, അതുകൊണ്ട് മിക്സിയിലിട്ട് അടിക്കരുത്, ഇത് ഒന്ന് ചതച്ചെടുക്കുകയേ ചെയ്യാവൂ. ഇനി ഇത് തണുക്കുന്ന സമയത്ത് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. നമുക്ക് അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങ 1 കപ്പ്, ഇതിന് തേങ്ങ കുറച്ച് കൂടുതൽ വേണം. തേങ്ങ 1 കപ്പ്, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി. പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തേങ്ങയും കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജീരകപ്പൊടി ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ജീരകപ്പൊടി ഇല്ലെങ്കിൽ ജീരകമായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/4 സ്പൂണ് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ഇത് ഒരുപാട് അരഞ്ഞു പോകരുത്, ഇതേ പാകത്തിന് ചതച്ചെടുക്കണം. വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക നമുക്കൊരു ഫുഡ് പ്രോസസ്സറിലിട്ട് ചതച്ചെടുക്കാം. ഇത് പാകത്തിന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതേ പാകത്തിന് ചതച്ചെടുക്കണം. ഇനി ഇത് തോരനാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി ചവല് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ച ഇടിച്ചക്ക ചതച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ചേർത്ത് കുറച്ച് ഉപ്പാണ്, ബാക്കി ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അരപ്പും ചക്കയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും എരിവും ഒക്കെ അവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം.